പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആമേൻ. യൂദാസ് എന്തുകൊണ്ട് കുരിശിൻ ചുവട്ടിലേക്ക് നടന്നില്ല എന്നത് ബൈബിളിലെ ഏറ്റവും വേദനാജനകമായ ചോദ്യങ്ങളിലൊന്നാണ്. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് നീതിമാന്റെ രക്തക്കറ പുരണ്ട 30 വെള്ളിക്കാശുകൾ അവൻ ദേവാലയത്തിലെറിഞ്ഞു. അപ്പോഴവൻ്റെ കൈകൾ ശൂന്യമായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയം കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ തൻ്റെ കുറ്റം സമ്മതിച്ചു, പക്ഷേ പാപക്ഷമ തേടിയില്ല, കുരിശിലേക്ക് നടന്നില്ല. പത്രോസും അവനെപ്പോലെ വീണുപോയതാണ്. എന്നാൽ അവൻ വീണ്ടും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. നമ്മുടെ പരാജയങ്ങൾ നമ്മെ കുരിശിൽ നിന്ന് അകറ്റുകയാണോ, അതോ കുരിശിൻ ചുവട്ടിലേക്ക് പാപക്ഷമയുടെ തമ്പുരാനായ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണോ എന്ന വ്യക്തിപരമായ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കുറ്റബോധത്താൽ വ്രണിതമായ മനസ്സുമായി നിരാശയുടെ വഴിയിലൂടെ വഴിതെറ്റി നടന്ന് ആത്മഹത്യയിൽ എത്തിച്ചേർന്ന യൂദാസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ അനേകം പാഠങ്ങളുണ്ട്. അതേപ്പറ്റി നമുക്ക് അല്പസമയം ചിന്തിക്കാം. ഒന്നാമത്, കുറ്റബോധം മാനസാന്തരമല്ല. മത്തായി 27:3-4-5 വാക്യങ്ങൾ. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് യേശു ശിക്ഷിക്കപ്പെട്ടത് കണ്ടപ്പോൾ അനുതപിച്ച് 30 വെള്ളിക്കാശുകൾ ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞു. പിന്നെ പോയി തൂങ്ങി മരിച്ചു. തൻ്റെ അപരാധം വളരെ വലുതാണെന്ന് യൂദാസ് തിരിച്ചറിഞ്ഞു. എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് പോകുന്നതിനു പകരം മരണത്തിൻ്റെ വഴിയിലൂടെയാണ് അവൻ നടന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖവും ലോകപ്രകാരമുള്ള ദുഃഖവും രണ്ടാണെന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ വ്യത്യസ്തമാണെന്നുമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 2 കൊരിന്ത്യർ 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപമുണ്ടാക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. യൂദാസിന് അഗാധമായ കുറ്റബോധവും ദുഃഖവുമൊക്കെ ഉണ്ടായി. എന്നാൽ അവൻ്റെ ദുഃഖം അവനെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയില്ല. കുറ്റബോധത്തിന് ശേഷം നിരാശയിലേക്ക് ചുവടുവെക്കുന്നതും പാപക്ഷമ സ്വീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നതും 2 വ്യത്യസ്ത സമീപനങ്ങളാണ്. ഞാൻ ചെയ്തത് വളരെ അപരാധമാണ്, എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട്. കുറ്റബോധം നമ്മെ നയിക്കുന്നത് കുരിശിലേക്കാണോ നിരാശയിലേക്കാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറ്റബോധത്തിൻ്റെയും നിരാശയുടെയും തിരകളിൽപ്പെടുന്ന മനസ്സ് പലപ്പോഴും നിരാശയുടെ വഴിയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. പാപികൾക്കായി തുറന്നിട്ടിരിക്കുന്ന കരുണയുടെ വാതിലായ ക്രിസ്തു ഉള്ളപ്പോൾ വഴിതെറ്റിപ്പോകുന്നത് വളരെ നിർഭാഗ്യകരമാണ്, ദുരന്തമാണ്. പിതാവിൽ നിന്ന് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങിയതെല്ലാം
ധൂർത്തടിച്ച മകന്റെ മുമ്പിൽ ഹൃദയവാതിൽ അടയ്ക്കുന്ന പിതാവിനെയല്ല, അവനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പിതാവായ സ്വർഗത്തിലെ നമ്മുടെ അപ്പനെയാണ് കർത്താവ് പരിചയപ്പെടുത്തിയത്. കുറ്റബോധത്താൽ മനസ്സ് തകരുമ്പോൾ, വഴിതെറ്റി നടക്കുമ്പോൾ എല്ലാവരും ഈ അപ്പനെ ഓർക്കണം. രണ്ടാമത്, പാപവീഴ്ച സംഭവിച്ചവരുടെ മനസ്സിൽ ഇനി നിനക്ക് പ്രത്യാശയ്ക്ക് വകയില്ല എന്ന നിരാശ പരത്തുന്ന നുണ സാത്താൻ പറയും. അതൊരിക്കലും സത്യമല്ല. സ്നേഹനിധിയായ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളല്ല. പാപവീഴ്ച സംഭവിച്ചവരോട് കർത്താവ് എന്താണ് പറയുന്നത്? യോഹന്നാൻ 6:37, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. യോഹന്നാൻ 6:37. തൻ്റെ വലിയ അപരാധങ്ങൾ ക്ഷമിച്ചു തന്ന കർത്താവിനെ കുറിച്ച് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. റോമർ 8:1. അവർ കുറ്റവാളികളല്ല. ക്രിസ്തു യേശുവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിയാൽ ദൈവമുമ്പാകെ ശുദ്ധീകരിക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരുമാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. സാത്താൻ്റെ സ്ട്രാറ്റജി എപ്പോഴും വളരെ അപകടകരമാണ്. കുറ്റബോധത്തിൻ്റെ ഇരുട്ടിലായ മനസ്സുകളെ ഇന്നും സാത്താൻ കൈപിടിച്ചു നടത്തുന്നത് നിരാശയുടെയും നിത്യനാശത്തിൻ്റെയും വലിയ അഗാധങ്ങളിലേക്കാണ്. എന്നാൽ പാപഭാരം ചുമന്ന് തളരുന്ന എല്ലാവരും തൻ്റെ അടുക്കിലേക്ക് വരുവാനാണ് നമ്മുടെ സ്നേഹനിധിയായ കർത്താവ് വിളിക്കുന്നത്. സാത്താൻ കുറ്റപ്പെടുത്തുന്നു, ക്രിസ്തു ക്ഷമിക്കുന്നു. സാത്താൻ പാപക്കിണിയിൽ വീണുപോയവരെ നിരാശയിലേക്ക് നടത്തി ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ വീണുപോയവരെയും മാനസാന്തരപ്പെടുന്നവരെയും ക്രിസ്തു ചേർത്ത് പിടിക്കുന്നു. പാപത്തിൽ പിടിക്കപ്പെട്ട പാപിനിക്ക് മരണശിക്ഷ മാത്രമായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. എന്നാൽ നഷ്ടപ്പെട്ട ആടിനെ തേടി വന്ന സ്നേഹ ഇടയനായ കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ വരികൾക്കിടയിൽ അവളെ സ്വതന്ത്രയാക്കുവാൻ ഒരു ലോ പോയിന്റ് കണ്ടെത്തി. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതുകൊണ്ട് കുറ്റബോധത്തിൻ്റെ പ്രതിസന്ധികളിൽ ജഡീക മനസ്സ് പറയുന്ന നാശത്തിൻ്റെ വഴികളിലൂടെ ഒരിക്കലും നമ്മൾ പോകരുത്. മൂന്നാമതായി, അപരാധബോധത്തോടെ കരഞ്ഞവരാണ് പത്രോസും യൂദാസും. പക്ഷേ അവർ തിരഞ്ഞെടുത്തത് 2 വഴികളാണ്. പത്രോസ് കർത്താവിനെ നോക്കി കരഞ്ഞു. യേശു പത്രോസിനെ പുനഃസ്ഥാപിച്ചു, യഥാസ്ഥാനപ്പെടുത്തി. ഇരുവരും കരഞ്ഞു. എന്നാൽ യൂദാസ് തൻ്റെ പാപത്തെ മാത്രം നോക്കി. പത്രോസ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. യൂദാസ് തൻ്റെ പരാജയത്തെ അവസാന വാക്കാക്കി. പത്രോസ് ക്രിസ്തുവിൻ്റെ കരുണയിൽ
മാത്രമാശ്രയം കണ്ടെത്തി. വിശ്വാസമെന്നത് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നതല്ല, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നതാണ്. നാലാമതായി, നിരാശയുടെ വഴികളിലൂടെ നടക്കുന്നവരെ ക്രിസ്തു സാമീപ്യത്തിലേക്ക് കൈപിടിച്ചു നടത്തുവാനുള്ള നിയോഗവും ഉത്തരവാദിത്വവും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗലാത്യലേഖനം 6:2 പരസ്പരം ഭാരങ്ങൾ ചുമക്കുവിൻ. 1 തെസ്സലോനിക്കർ 5:14 ധൈര്യം കുറഞ്ഞവരെ ആശ്വസിപ്പിക്കുവിൻ, ബലപ്പെടുത്തുവിൻ. നിരാശയുടെ വഴിയിലൂടെ വഴിതെറ്റി നടക്കുന്നവർക്ക് യെശയ്യാപ്രവാചകനിലൂടെ ദൈവം നൽകുന്ന സ്നേഹപൂർണമായ മുന്നറിയിപ്പ് നമ്മൾ സാന്ത്വന സന്ദേശമായി അറിയിക്കേണ്ടതാണ്. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. യെശയ്യാപ്രവചനം 42:3. പ്രിയ സഹോദരങ്ങളെ, മനസ്സിനെയും വികാരങ്ങളെയും അന്ധകാരത്തിലാക്കുന്ന ഇരുട്ടാണ് നിരാശ. ആത്മഹത്യാ ചിന്തകൾക്ക് പിന്നിൽ അനേകം അടിയൊഴുക്കുകളുണ്ട്. ദുർബലമായ മനസ്സ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, രോഗബാധിതമായ കുറ്റബോധം, കടുത്ത വിഷാദം, ജീവിതത്തിലെ ആഘാതങ്ങളുടെ ദുരന്ത അനുഭവങ്ങൾ, അങ്ങനെ അനേകം അടിയൊഴുക്കുകളിൽ പെട്ട് ഒഴുകിയാണ് പലരും ആത്മഹത്യയുടെ ചുഴിയിലേക്ക് എടുത്തു ചാടുന്നത്. അതുകൊണ്ട് അത്തരം വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഓരോ മനുഷ്യനും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്. പ്രതിസന്ധികളും സംഘർഷങ്ങളും അതിനപ്പുറം കടന്നാൽ ആത്മനിയന്ത്രണം കൈവിട്ടു പോകും. അത്തരം നിസ്സഹായർക്ക് സാന്ത്വനവും പിന്തുണയും സ്നേഹപരിചരണവും കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സും ആർദ്രതയും ക്രിസ്തുവിനെ അറിഞ്ഞവർക്കും ക്രിസ്തു ശിഷ്യന്മാർക്കും ഉണ്ടാകണം. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളും നിരാശയുടെ വൻചുഴിയിൽ വീണുപോയപ്പോൾ അനേകം അഭ്യുദയകാംക്ഷികളുടെ കരങ്ങളിലൂടെയാണ് കർത്താവ് നമ്മെ കൈപിടിച്ചുയർത്തിയത്, ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്. അതൊന്നും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിത വഴിത്താരയിൽ നമ്മൾ കണ്ടെത്തുന്ന വീണുപോയവരെയും നിസ്സഹായരെയും പരിഹസിക്കാതെ, ഗോസിപ്പ് പറയാതെ, സാന്ത്വനത്തിൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുത്ത് ക്രിസ്തു സവിധത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാനുള്ള നിയോഗം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വീണുപോയവർക്കെതിരെ വിധി പ്രസ്താവിക്കേണ്ട ന്യായാധിപന്മാരല്ല നമ്മൾ. അവർക്ക് സ്നേഹ സാന്നിധ്യം നൽകുക, അവരെ ആർദ്രതയോടെ കേൾക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുവാൻ അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക. എല്ലാറ്റിനും ഉപരിയായി അവരെ ക്രിസ്തുവിൻ്റെ കരുണയിലേക്കും പാപക്ഷമയിലേക്കും
വീണ്ടും വീണ്ടും കൈപിടിച്ച് നടത്തുക. ഇതൊക്കെയാണ് ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ ചെയ്യേണ്ടത്. ലോകത്തിൻ്റെ പാപപരിഹാര ബലിയായി തീർന്ന നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ സുവിശേഷം വീണുപോയവർക്ക് പ്രത്യാശയുടെ തീരമായി എന്നും എപ്പോഴും നിലനിൽക്കുന്നു. യൂദാസിനു വേണ്ടിയും പത്രോസിനു വേണ്ടിയും എനിക്കു വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പാപക്ഷമയും നിത്യജീവനും നൽകുവാൻ ഇമ്മാനുവേൽ ദൈവം എന്നും എപ്പോഴും നമുക്കുണ്ട്. അതിൻ്റെ പ്രതീകമാണ് കാൽവറിയിൽ നാട്ടപ്പെട്ട ക്രിസ്തുവിൻ്റെ കുരിശ്. 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും സകല അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരു പാപവും കുരിശിനേക്കാൾ വലുതല്ല. ഒരു കുറ്റബോധവും ക്രിസ്തുവിൻ്റെ രക്തത്തേക്കാൾ ശക്തമല്ല. നിരാശയുടെ വഴികളിൽ കൈപിടിച്ചു നടത്തുവാൻ ശക്തമാണ് നമ്മുടെ കർത്താവിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങളെക്കാൾ വലിയതാണ് അങ്ങയുടെ കരുണയെന്നും ഞങ്ങളുടെ കുറ്റബോധത്തേക്കാൾ ശക്തമാണ് അങ്ങയുടെ രക്തമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, പത്രോസിനെ പോലെ അനുതാപത്തോടും പ്രത്യാശയോടും കൂടി അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരുന്ന ഹൃദയം ഞങ്ങൾക്ക് തരയണമേ. നിരാശയിലും വിഷാദത്തിലും കുറ്റബോധത്തിലും കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ സമാധാനത്താൽ സന്ദർശിക്കണമേ. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രകാശം വീണ്ടും ഉദിപ്പിക്കണമേ. അവരെ സ്നേഹിക്കാനും കേൾക്കാനും കൈ പിടിച്ച് നടത്തുവാനും ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. കർത്താവേ, അങ്ങയുടെ കുരിശ് എന്നും ഞങ്ങളുടെ പ്രത്യാശയും അങ്ങയുടെ പുനരുത്ഥാനം ഞങ്ങളുടെ വിജയവും അങ്ങയുടെ കൃപ ഞങ്ങളുടെ അവസാന വാക്കുകളുമായിരിക്കട്ടെ. പാപപരിഹാര ബലിയിലൂടെ ഞങ്ങൾക്ക് നിത്യരക്ഷയും വീണ്ടെടുപ്പും നേടിത്തന്ന ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ക്രിസ്തുയേശുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.